നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു ഖവാലയും നടന്നിട്ടില്ല, എൻ്റെ കൈകൾ ശുദ്ധം. വീണ എൻ്റെ മകളായതുകൊണ്ടാണ് ഈ വിചിത്ര ആരോപണങ്ങൾ അവൾ നേരിടേണ്ടി വരുന്നത്. ഇന്നലെ പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇഡിയുടെ വിചിത്ര നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ട് തൃശ്ശൂരിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകരെ പിണറായി വിജയൻ ഇന്നലെ കണ്ടത്. അതിന് തൊട്ടു പിന്നാലെ സ്വപ്ന സുരേഷിൽ നിന്ന് വിവരങ്ങൾ ആരായാൻ തീരുമാനിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. താനോ മകളോ കുടുംബാംഗങ്ങളോ ഖവാല ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നാണ് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞത്. CMRL എക്സാലോജി കേസിൽ ഖവാല ഇടപാട് നടന്നു എന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു പിണറായി വിജയൻ്റെ പ്രതികരണം. വീണ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട്, ഇനിയും വിവരങ്ങൾ വേണമെങ്കിൽ നൽകാൻ തയ്യാറും. എല്ലാം സംശുദ്ധമായാണ് നടക്കുന്നത്. എൻ്റെ കൈകൾ ശുദ്ധമാണ്, കറയാക്കാൻ നോക്കേണ്ട. വീണ എൻ്റെ മകളായതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എൻ്റെ മകളായതുകൊണ്ട് വിചിത്ര നടപടികളാണ് നേരിടേണ്ടി വരുന്നത്. സാധാരണ ED വാർത്താക്കുറിപ്പ് ഇറക്കാറില്ല, എന്നാൽ ഈ വിഷയത്തിൽ അവർ വാർത്താക്കുറിപ്പിറക്കി. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത നൽകിയത്? പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാം. ഇന്നലെ പിണറായി വിജയൻ്റെ പ്രതികരണത്തിന് പിന്നാലെ ലേക്കർ ഇന്ത്യയുടെ സഹസ്ഥാപകനും കളത്തിലിറങ്ങി. വീണയുടെ ഉടമസ്ഥതയിലുള്ള കോഴിക്കോട് പന്തീരക്കാവിലെ ലേക്കർ ഇന്ത്യ കോപ്പ് എന്ന സ്ഥാപനം കടലാസ് കമ്പനിയാണ് എന്ന നിലയിലായിരുന്നു മാധ്യമ വാർത്തകൾ. ലേക്കർ ഇന്ത്യ കോപ്പ് ഒരു കടലാസ് കമ്പനിയാണ് എന്ന തലത്തിൽ ഇപ്പോൾ പ്രചരണം ശക്തമായി നടക്കുന്നു. ഇത് വസ്തുതാപരമല്ല എന്നാണ് കമ്പനിയുടെ പാർട്ട്ണർമാരിൽ ഒരാളായ ഡോക്ടർ അനീസ് അറക്കൽ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമപരമായ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കമ്പനി തുടങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ മറുവശത്ത് വീണയ്ക്കെതിരെ ഫെമ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കടുത്ത കേസുകൾ എടുക്കും എന്നതിലേക്കാണ് കാര്യങ്ങൾ. എപ്പോൾ വേണമെങ്കിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ അറസ്റ്റിലാവുമെന്ന പേടി പാർട്ടിക്കുണ്ട്. മാസപ്പടി കേസിൽ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാനുള്ള നീക്കങ്ങൾക്ക് CPM തുടക്കമിട്ടു. തൃശ്ശൂരിൽ പിണറായി നടത്തിയ മാധ്യമസമ്മേളനം ഈ പ്രതിരോധത്തിൻ്റെ ആദ്യഘട്ടമായിരുന്നു. രണ്ടാമതായി ലേക്കർ ഇന്ത്യയുടെ പാർട്ട്ണറെ കളത്തിലിറക്കി. ഇപ്പോഴിതാ MV ഗോവിന്ദൻ തന്നെ കോഴിക്കോട് പൊതുസമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് CPMനെ പ്രതിരോധ നിരയിലേക്ക് അണിനിരത്താനുള്ള തന്ത്രമാണ് പാർട്ടി ആവിഷ്കരിച്ചിരിക്കുന്നത്. മാസപ്പടി കേസിൽ പിണറായി വിജയന് വലിയ പ്രതിരോധം സൃഷ്ടിക്കണമെന്ന പാർട്ടി അണികൾക്ക് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഇതിനകം നിർദ്ദേശം നൽകി. പിണറായി വിജയനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൈകളിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കരുത്. പിണറായി വിജയനെ സംരക്ഷിക്കാൻ പാർട്ടി ഇറങ്ങും, പക്ഷെ മകൾ വീണയെ എങ്ങനെ സംരക്ഷിക്കുമെന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. ഫെമ അടക്കമുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് വീണ പതിക്കുന്നു. മറുവശത്ത് ED രണ്ടും കൽപ്പിച്ചുള്ള നീക്കമാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിനെ അടക്കം സമീപിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ, ഭർത്താവ് മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ED അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. വീണയ്ക്ക് കൂടുതൽ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടോ എന്നതിനെക്കുറിച്ചും വിദേശ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഹവാല ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ED. വരുമാനത്തിനപ്പുറം വീണ വലിയ തോതിൽ പണം കൈകാര്യം ചെയ്തു എന്ന അന്വേഷണത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഓണത്തിന് ശേഷമായിരിക്കും ED വീണ വിജയനെ ചോദ്യം ചെയ്യുക. അതിനു മുൻപായി സ്വപ്ന സുരേഷിൽ നിന്നടക്കം വിശദമായ വിവരങ്ങൾ ഒന്നുകൂടി ശേഖരിക്കും. വീണയ്ക്കും മുഹമ്മദ് റിയാസിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED നോട്ടീസ് കൈമാറും. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി ശക്തമായി തെളിവ് ശേഖരിക്കാനുള്ള റെയ്ഡുകൾ ഇപ്പോഴും തുടരുകയാണ് ED. കേരളത്തിലും ബംഗളൂരുവിലും കേന്ദ്രീകരിച്ച് നിരവധി റെയ്ഡുകളും അന്വേഷണങ്ങളും ED തുടരുന്നു. മെയ് 27 നടന്ന റെയ്ഡുകളിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വീണ വിജയൻ്റെ ഡയറി കുറിപ്പുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. വീണയും റിയാസിൻ്റെ സുഹൃത്തുക്കളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൻ്റെ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചത് ഈ ഡയറി കുറിപ്പിൽ നിന്ന്. വീണയുടെ വരുമാന സ്രോതസ്സിനപ്പുറം ഏതാണ്ട് 20 കോടിയോളം രൂപയുടെ ഇടപാടുകൾ അവർ നടത്തി എന്നതിൻ്റെ തെളിവുകളാണ് EDയുടെ പക്കലുള്ളത്. അന്വേഷണം ഒഴിവാക്കുന്നതിനായി റിയാസിൻ്റെ സുഹൃത്ത് നന്ദുലാലിൻ്റെ പേരിലുള്ള സിം കാർഡും വൈഫൈ റൂട്ടറും ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് കോളുകൾ ചെയ്തതായി ED കണ്ടെത്തിയിരുന്നു. വിദേശത്തേക്ക് അനധികൃതമായി 85 ലക്ഷം രൂപ ഹവാല ഇടപാടിലൂടെ കൈമാറിയതാണ് ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ. ഇവിടെയാണ് സ്വപ്ന സുരേഷിൻ്റെ പഴയ ആരോപണങ്ങൾക്ക് പുതുജീവൻ കൈവരുന്നത്.
കോഴിക്കോട് ഇ.ഡി. നടത്തിയ റെയ്ഡിൽ ഹവാല ബന്ധങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നു. മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ വരുമാന സ്രോതസ്, സ്വത്ത് വിവരങ്ങൾ, അവർ ഉപയോഗിച്ച വിവിധ ഫോണുകൾ, സിമ്മുകൾ എന്നിവയൊക്കെ ഇ.ഡി. പരിശോധിക്കുന്നു. വീണ വിജയൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ ഇ.ഡിക്ക് ലഭിച്ചത്. ഇതിനെ തുടർന്ന് ലേക്കർ ഇന്ത്യയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന പലതും പുറത്തുവന്നു. വെറുമൊരു ഷെൽ കമ്പനി എന്ന നിലയിൽ മാത്രമാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് പോലും ഇതുവരെ അനുമതി വാങ്ങിയിട്ടില്ല. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് അന്ന് കോടതിയിൽ നൽകിയ ഒരു രഹസ്യമൊഴി. ഈ രഹസ്യമൊഴിയിൽ പിണറായി വിജയൻ അനധികൃതമായി ഇന്ത്യൻ കറൻസി ദുബായിലേക്ക് കടത്തിയിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ പോയ സമയത്തൊരു ബാഗിൽ കറൻസി കടത്തിയിരുന്നുവെന്നാണ് അന്ന് സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന് സ്വപ്ന അന്ന് തുറന്നടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രഹസ്യമൊഴിയിൽ താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വപ്ന സുരേഷ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, മകൾ വീണ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന CM രവീന്ദ്രൻ, മന്ത്രി KT ജലീൽ, നളിനി നെറ്റോ എന്നിവരുടെ ഇടപെടലുകളും അന്ന് സ്വപ്ന സുരേഷ് വിവരിച്ചിരുന്നു. 2016 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ദുബായിലേക്ക് പോകുന്ന സമയത്താണ് ശിവശങ്കർ ആദ്യമായി തന്നെ ബന്ധപ്പെടുന്നത്. അന്ന് ഞാൻ കോൺസുലേറ്റിൽ സെക്രട്ടറി. മുഖ്യമന്ത്രി ബാഗ് മറന്നു, എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നായിരുന്നു എന്നോട് ആവശ്യപ്പെട്ടത്. കോൺസുലേറ്റിലെ ഡിപ്ലോമാറ്റിൻ്റെ കൈവശമാണ് ആ ബാഗ് കൊടുത്തുവിട്ടത്. അതിൽ കറൻസി ആയിരുന്നു. കോൺസുലേറ്റിലെ സ്കാനിംഗ് മെഷീനിൽ ആ ബാഗ് സ്കാൻ ചെയ്തു. അങ്ങനെയാണ് കറൻസിയാണ് എന്ന് മനസ്സിലാക്കിയത്. നിരവധി തവണ കോൺസുൽ ജനറലിൻ്റെ വീട്ടിൽ നിന്ന് ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം ബിരിയാണി പാത്രങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട്. അതിൽ ബിരിയാണി മാത്രമല്ല ലോഹവസ്തുക്കളും ഉണ്ടായിരുന്നു. എൻ്റെ മൊഴിയിൽ താൻ ഒന്നും വ്യത്യസ്തമായി പറഞ്ഞിട്ടില്ല എന്നാണ് അന്ന് മാധ്യമപ്രവർത്തകരോട് സ്വപ്ന സുരേഷ് വിശദീകരിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിരുന്ന സ്വപ്ന സുരേഷിൻ്റെ 164 മൊഴിയിൽ അന്ന് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും കേസിൽ പങ്കുണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് അന്ന് ആരോപണം ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് വിവാദമായതിന് തൊട്ടുപിന്നാലെ വീണയുടെ IT സ്ഥാപനം ബംഗളൂരുവിൽ പൂട്ടി എന്ന വാർത്തയും കേരളത്തിലെ മാധ്യമങ്ങൾ അക്കാലത്ത് നൽകി. ഇത് നിരവധി അഭ്യൂഹങ്ങൾക്ക് കാരണമായി. സ്വർണ്ണക്കടത്ത് കേസിൻ്റെ തുടക്കത്തിൽ വീണയുടെ സ്ഥാപനം വിവാദത്തിൻ്റെ നിഴലിൽ അന്നേ അകപ്പെട്ടിരുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് സ്വപ്ന സുരേഷിൻ്റെ പ്രവർത്തനങ്ങളും. പിന്നീട് വീണയും താനും തമ്മിലുള്ള ബന്ധം വളരെ വിശദമായി കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു സ്വപ്ന സുരേഷ്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് വിദേശത്തേക്ക് നിയമവിരുദ്ധമായി കോടികളുടെ കറൻസി കടത്തിയെന്നാണ് അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. അന്ന് സ്വപ്ന സുരേഷിനൊപ്പം യാത്ര ചെയ്ത മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെയും ചോദ്യം ചെയ്തിരുന്നു അന്വേഷണ സംഘം. വിദേശത്തേക്ക് പരിധി ലംഘിച്ച് ഡോളർ കടത്തി എന്നതായിരുന്നു കേസ്. ശിവശങ്കറും സ്വപ്നയും ഒന്നിച്ച് നടത്തിയ 6 വിദേശ യാത്രകളെക്കുറിച്ച് കസ്റ്റംസ് അക്കാലത്ത് വിശദ അന്വേഷണം നടത്തി. പ്രളയ സഹായം തേടി മുഖ്യമന്ത്രി UAE സന്ദർശിച്ചത് 2018 ഒക്ടോബർ 17 മുതൽ 20 വരെ. ഇതിന് മുന്നോടിയായി സ്വപ്നയും ശിവശങ്കറും ദുബായിലേക്ക്. ശേഷം ശിവശങ്കറിൻ്റെ ഒമാൻ യാത്രയിലും സ്വപ്നയുണ്ടായിരുന്നു. 2017 മുഖ്യമന്ത്രിയുടെ UAEയിലേക്കുള്ള ആദ്യ യാത്ര. അന്ന് അഹമ്മദ് അൽ ദൗക്കി എന്ന UAE കോൺസുലേറ്റിലെ നയതന്ത്രജ്ഞൻ വഴി വിദേശത്തേക്ക് കറൻസികൾ കടത്തിയെന്നും തുടർന്ന് സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. അന്ന് UAEയിലായിരുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് അൽ ദൗക്കി കറൻസി എത്തിച്ചു നൽകി. ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം സരിത്താണ് കറൻസി വാങ്ങി അൽ ദൗക്കിക്ക് കൈമാറിയത്. പൊതുഭരണ വകുപ്പിലെ ഹരികൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നാണ് മുഖ്യമന്ത്രിക്കുള്ള പാക്കറ്റ് വാങ്ങിയതെന്നും അന്ന് സരിത്ത് മൊഴി നൽകിയിരുന്നു ആദായ നികുതി വകുപ്പിന്. അന്ന് കൈമാറിയ പാക്കറ്റിൽ ഒരു ബണ്ടിൽ കറൻസി ഉണ്ട് എന്ന് എക്സ്റേ സ്കാനിങ്ങിൽ കണ്ടെത്തിയെന്നും ഇടപാടിന് $1000 ടിപ്പ് കോൺസുലേറ്റ് ജനറൽ തനിക്ക് നൽകിയെന്നും സരിത്ത് മൊഴിയിൽ പറഞ്ഞിരുന്നു. സ്വപ്ന സുരേഷ് കൂടി കളത്തിൽ നിറഞ്ഞതോടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എപ്പോൾ വേണമെങ്കിലും വീണയെ അറസ്റ്റ് ചെയ്യാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ വീണയുടെ മാത്രം അറസ്റ്റിൽ കാര്യങ്ങൾ ഒതുങ്ങില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസും അറസ്റ്റിലായേക്കാം. EDയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലൂടെ തടയിടുകയാണ് CPMൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് മുതലക്കുളത്ത് പാർട്ടി വിശദീകരണ പൊതുയോഗം സംഘടിപ്പിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്.
മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ, DYSP പ്രാദേശിക നേതാവ് നന്ദുലാൽ എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ റെയ്ഡ് നടത്തിയതും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ നിന്ന് ഹവാല ആരോപണങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് കേസ്. ഇതോടെ മുന്നണി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ സംരക്ഷിച്ചില്ലെങ്കിൽ പിണറായിയും വീണ് പാർട്ടി അടിതെറ്റി കുഴിയിലാകുമെന്ന് മുതിർന്ന നേതാക്കൾക്കറിയാം. ഒരു കാര്യം വ്യക്തമാണ്, അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കടുകട്ടിയാണ് തെളിവുകൾ. മറുവശത്ത് വീണ വിജയനെ രക്ഷിച്ചെടുക്കാൻ സർവ്വതന്ത്രങ്ങളും പയറ്റുകയാണ് അച്ഛൻ പിണറായി വിജയൻ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കട്ടയ്ക്ക് ഓണം കഴിയുന്നതോടെ കളം നിറയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.